ഹായ് ഗായ്സ്, ഞാൻ ഷിറ്റു. ഇന്ന് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. എന്താ വെച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. അപ്പം നമ്മളെ വീട്ടിലേക്ക് കുറേ ആൾക്കാർ വന്നിക്കണ്. ഞാൻ പെട്ടെന്ന് റെഡിയായി ഇവിടെ വന്നിരുന്നതാണ്. ഇനി ഉമ്മച്ചു ഐഷു മഴയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഓരോരുത്തരായിട്ട് നിങ്ങൾ കാണിച്ചേരേ. അപ്പോൾ ആദ്യം നമുക്ക് ഉമ്മച്ചി റെഡിയായി വന്നിരിക്കുന്നു. ഉമ്മച്ചിനെ വിളിച്ചാൽ ഉമ്മച്ചി വെടി. അപ്പോൾ ഇതാണ് നമ്മൾ ഉമ്മച്ചി. ഉമ്മച്ചിനെ നിങ്ങൾ പിന്നെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഐഷുവിനെ വിളിക്കാം. അപ്പോൾ ഇതാണ് ഐഷു. നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി എപ്പോൾ എത്തോണ്ട് എടുക്കുന്നതിൻ്റെ ഷൂപ്പാക്കി നോക്കാം. പക്ഷെ ഏറ്റവും വലിയൊരാളെ കാണിച്ചിട്ടുണ്ട്. ഇന്നെ ഏറ്റവും വെപ്പിക്കുന്ന ഒരാൾ. ഓളാണ് മെയിൻ സാധനം നമ്മളെ. അപ്പൊ ഇതാണ് മടിയ. അപ്പൊ ഞാൻ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി എൻ്റെ എന്തിയാണ് ഞാനിപ്പോ എങ്ങനെ എനിക്ക് വരികയെന്നല്ലേ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെ. എനിക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിരിക്കുന്നേ. അപ്പൊ ഞാൻ കാണിച്ചു തരേ. ഹായ് ഗായ്സ്, ഇതാണ് ഞാനും എൻ്റെ പുതിയ ഫ്രണ്ട് ചിക്കു ദീദിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ള മൈക്ക്. ഞാൻ ഈ മൈക്ക് വെച്ചിട്ടാണ് ഫുള്ള് സംസാരിക്കേണ്ടത്. അപ്പൊ ഞാൻ ചിക്കു ദീദി ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നല്ല സുന്ദരിയായിട്ട് ആൻസർ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഞങ്ങൾ എല്ലാവരും എത്തി. അപ്പൊ നമുക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്താലോ? ഷിറ്റുവിന്റെ ഒരു ദിവസം എങ്ങനെ ഷിറ്റു? ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് പറഞ്ഞുതരാമോ? സിമ്പിളല്ലേ, ഞാൻ പറയാം. ആദ്യം നമ്മൾ രാവിലെ തന്നെ എണീക്കണം. അപ്പൊ ഞാൻ നോക്കുമ്പോ അമ്മ ഒഴുങ്ങയക്കും. അപ്പൊ ഉമ്മച്ചി അടുക്കളയിലയക്കും. അപ്പൊ ഞാൻ എന്തെങ്കിലും കൊച്ചിടുമ്പോ ഉമ്മച്ചി ഒന്ന് വന്ന് നോക്കുമ്പോ എന്നെ എത്തുകൊണ്ടുപോകും. ഞാനൊന്ന് സമാധാനത്ത് കുത്തിക്കുമ്പോഴേക്കും മടി എണീച്ചു വരും. കണ്ടോ, ഇപ്പൊ തന്നെ കണ്ടില്ല എന്നെ കൽപ്പിച്ചിന്. ഇതോടെ ദിവസം ഫുള്ള് ഞാൻ ശയിക്കണം. ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞാൻ പഠിക്കാനൊക്കെ പോകണ്ടേ. അതുവരെ അല്ലേ എനിക്ക് ഫീഡൊക്കെ കിട്ടുള്ളൂ. ഈ പുറത്തൊക്കെ പോകുമ്പോൾ ഫാൻസ് ഒക്കെ എന്താ വന്ന് പറയാ? ഫാൻസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ നോക്കുമ്പോ കുറെ അടിയാത്തോലെ വന്ന് എന്നെ എടുക്കും. ദീദി എപ്പോഴും വീഡിയോസിലൊക്കെ ഭയങ്കര ചിരിയാണല്ലോ. പോലെയല്ലോ. ഞാൻ ആ ഹെയർ കട്ട് ചെയ്യുന്നതിലൊക്കെ ഒരു കോഴിമുട്ട പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാരും അതൊക്കെ കമന്റ് ചെയ്യലുണ്ടാവും. ഈ ദീദി ഭയങ്കര ബാലവേല ചെയ്യിപ്പിക്കുന്നുണ്ടോ സത്യത്തിൽ ഷിറ്റുനെ? എടുക്കൊക്കെ ഞാൻ കഷ്ടപ്പാടാണ്. എപ്പോ വീഡിയോ വെച്ച് വരും. ഒരു പൈവശോള് തരൂല. ശരിക്കും പഠിച്ചിട്ട് ആരാവണ്ടേ? ശരിക്കും സ്കൂളിൽ പോകുമ്പോ എന്താ പറയണേ? ഹായ്. ഡെയിലി ഇപ്പൊ നടക്കാനൊക്കെ പോകാറുണ്ടോ? ഞങ്ങൾ അതുകൊണ്ട് നിർത്തി. ഉമ്മ അവിടെ പോയി പേര് ഉറക്കുക. ഓള് പണ്ട് അങ്ങനൊന്നല്ല. ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം അവള് ഉഷാറായത്. ആണോ? ഷിറ്റു ചെറുതായിട്ട് എന്റെ സ്വഭാവം മാറി. ചവിട്ടാനൊക്കെ പോകുന്നു. മടിയോട് ചവിട്ടി തരൂട്ടോ. തന്നെ എല്ലാരും മുമ്പിൽ നിന്നെ നാണം കിട്ടണ്ടോ. വേൻ തന്നോ. കുഞ്ഞു കൊടവേരൊക്കെ വന്നു ഞാൻ കേട്ടല്ലോ. കുഞ്ഞു വയറൊക്കെ ഒളിപ്പിച്ച് വെച്ചതാ. മടി ഇനി നാണം കിട്ടില്ല. എല്ലാരും കാണും എന്റെ കുമ്പപ്പല്ല. എന്തൊരു കഷ്ടം. ഈ ജിമ്മിൽ പോകാൻ വല്ല പരിപാടി ഉണ്ടോ? വർക്കൗട്ട് ഒക്കെ ചെയ്യാൻ വല്ല പരിപാടി ഉണ്ടോ? ഞാനിപ്പോ ഇന്ന് മോർണിംഗും വർക്കൗട്ട് ചെയ്യലുണ്ട്, രാത്രിയും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. 2 നേരം വർക്കൗട്ട് ചെയ്യോ? ആടോട് പടിയുണ്ട്. ഇതിനൊക്കെ കൂടെ നിൽക്കുന്ന ഒരു ഫാമിലിനെ കിട്ടാന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതെങ്ങനെയാ ഉമ്മ കാണണേ? അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഓള് നിർത്തി വെച്ചായിരുന്നു. ഉമ്മനെ നിർബന്ധത്തിലാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. തുടങ്ങിയോക്കെന്ന് പറഞ്ഞു. അപ്പം പിന്നെ കൊറേ നിർത്തി വെച്ചപ്പോ പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ നിർത്തി വെച്ചതൊന്നും തുടങ്ങും, നമുക്ക് ഉഷാറാവും, ഇനി തുടങ്ങി എന്ന് പറഞ്ഞു. ഞാൻ നിർബന്ധിച്ചുള്ള തുടങ്ങിച്ചതാണ്. കുറെ വീഡിയോസ് ഒക്കെ കാണല്ലോ നമ്മള് യൂട്യൂബില്. ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യാം. അപ്പൊ ഓള് പറയാം അതൊക്കെ ഏത് കാലാണ്, ഏതെങ്കിലും ഒരിക്കലും നമുക്ക് വരും. കുഞ്ഞിലെ ഇതാണ് അവസ്ഥ ഉണ്ടല്ലേ. അപ്പൊ എക്സ്ട്രീം ഒക്കെ കിട്ടിക്കഴിഞ്ഞ് എത്രത്തോളം വെറുപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ഇവർ രണ്ടാളും ചെയ്യുന്നുണ്ട് കുഞ്ഞു തൊട്ട്. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ആളെ നിങ്ങൾക്ക് അറിയായിരിക്കും. യെസ്, ഷിറ്റു ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഇന്ന് ഞാൻ എൻ്റെ ഷിറ്റുവിനെയും ഷിറ്റു ഫാമിലിനെയും ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും സ്വാഗതം. ഈ ഇന്റർവ്യൂക്ക് വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കുന്നത് ഷിറ്റുവിനെ കാണണം എന്ന് പോലെ തന്നെ ഈ ശബ്ദത്തിന്റെ ഉടമ അതാരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഈ ഫേസ് കാണിക്കണമെന്ന്. പക്ഷെ നമ്മളിപ്പം ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതിന്റെ റീസൺ ആള് തന്നെ പറയും. ഫാത്തിമ, എന്തുകൊണ്ടാ? നമ്മളെ ചാനലിലൂടെ തന്നെ ഔട്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെങ്കില് കുറച്ചും കൂടി ഒരു സമയം കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യാന്ന് വിചാരിക്കും. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിക്കും നമ്മളെ ചാനലിലൂടെ തന്നെ. അതാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഗൈസ്, മനസ്സിലായല്ലോ. ഓക്കെ, ഇപ്പൊ ഈ ശബ്ദത്തിന് എത്ര ഫാൻസ് ഉണ്ടെന്ന് അറിയോ? ശരിക്കും എന്നെക്കാട്ടിലും കൂടുതൽ ഷിട്ടുവിനാണ് ഫാൻസ്. ഷിട്ടുവിന്റെ ശബ്ദത്തിനാണ് ഫാൻസ്. ഹായ്, ഇതാരാണ്? ഇതൊക്കെ ആരാണ്? മാമനെ പോലെ ഉണ്ടല്ലോ കാണാന്. ഇവരൊക്കെ അറിയോ ഷിട്ടുവിന്? ഇതൊക്കെ ആരായിരിക്കും? ഇപ്പോ മഞ്ജു കിട്ടിയപ്പോ സമാധാനായി. ആകെ
ചിട്ടു മറി ഒറ്റ ദിവസത്തേക്ക് ഒന്നും തരൂല. ആകെ ഇപ്പോഴൊന്ന് ചോക്ലേറ്റ് കിട്ടിയത്. അത് ശരി, ഷിട്ടുവിന് ആരും ഒന്നും തരത്തില്ലേ? ഒന്നും കൊക്കില്ല. ഓക്കെ, നമ്മൾ ഇന്ന് ഷിട്ടുവിന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഷിട്ടുവിന് ഓൾറെഡി ഫാൻസ് ഒത്തിരി ഉണ്ട്. ഓൾറെഡി ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട് ഷിട്ടുവിനെ. ഈ പുറത്ത് പോകുമ്പോ റെസ്പോൺസ് എങ്ങനെയാ? ഇപ്പൊ ഷിട്ടുവിന് എല്ലാവരും മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ സ്നേഹം കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം എല്ലാവരും ഷിട്ടു അല്ലേന്ന് വെച്ചാൽ എല്ലാവരും ഓടി വരും നമ്മളെ അടുത്തേക്ക്. അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളെപ്പോലെ തന്നെ ഷിട്ടുവിന് എല്ലാവർക്കും ഇപ്പൊ ഷിട്ടുവിനെ ഏറ്റെടുക്കാൻ തുടങ്ങിയത് മനസ്സിലായപ്പോ ഭയങ്കര സന്തോഷം. എനിക്ക് ഷിട്ടു വളർന്ന് വലുതാകുമ്പോഴേ വീഡിയോസ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന അതാണ്, ഇപ്പൊ ഷിട്ടു വലുതായ എന്ത് ചെയ്യും, കണ്ടന്റിന് എന്ത് ചെയ്യും, അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും. പിന്നെ ഷിട്ടു ആണ് ഇപ്പോഴും നമ്മളെ മെയിൻ. ഷിട്ടു വലുതായ എന്താക്കും എനിക്കറിയില്ല. വലുതായിട്ട് ഷിട്ടു തന്നെ ഓൺ വോയിസ് ചെയ്യുന്നത് ഇമാജിൻ. ഇനി ഷിട്ടു വീഡിയോ ഒക്കെ കാണുമ്പോൾ റെസ്പോൺസ് എന്തായിരിക്കും അറിയാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷ ഉണ്ട്. ഓക്കെ, ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഇതാ എനിക്കൊന്ന് ഫാത്തിമയുടെ കുട്ടിയാണോ എന്നൊരു ഡൗട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാവോ? ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച്. ഇപ്പൊ അറിയാത്തവർക്കായിട്ട് ഇതിന്റെ താത്തന്റെ മോളാണ് ഇവര് 3 പേരും. അപ്പൊ ഇത് മൂത്ത ആള് ഐഷു, പിന്നെ മറിയ, പിന്നെ ഷിട്ടു. ഷിട്ടുവിന് ഇപ്പോ 6 months കഴിഞ്ഞിട്ടുണ്ട്. ഇവൾക്ക് 7 years, ഇവള് 12. ഫാത്തിമയുടെ വീഡിയോസ് കണ്ടിട്ട് ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയണേ? അവൾക്ക് കൊറേ ഫാൻസ് ഉണ്ടല്ലേ, പറഞ്ഞു കൊടുക്ക്. സ്കൂളിൽ പോകുമ്പോ എന്താ പറയണേ? ഹായ്. അല്ല, ഫാത്തിമയുടെ പല്ല് ഇവിടെ പോയി മറിയുടെ? അത് ചോദിക്കരുത്, കുറച്ച് പ്രശ്നം. ഈ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? ഓക്കെ, ഇത്താത്ത ഇപ്പൊ എന്താ പറയാ? എന്താ വിളിക്കുക ഫാത്തിമനെ? ഇത്താത്ത എന്നാണോ വിളിക്കുക? ദീദി എന്നാണ് വിളിക്കുക. ദീദി വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ചോക്ലേറ്റ് വാങ്ങി തരാം എന്തൊക്കെ പറഞ്ഞിട്ടാ വീഡിയോ ചെയ്യിപ്പിക്കണേ മറിയാനെ? പീടി കച്ചവടത്തിന്റെ, പിന്നെ ഷിട്ടുവിന്റെ ഡേ മൈ ലൈഫിന്റെ. മനസ്സിലായി. എന്താ പറയാ, ഞങ്ങളൊരു കട ഇടുന്ന രീതിയിൽ ഒരു വീഡിയോ ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് 2 പേർക്കും ഷോപ്പ് ചെയ്തു കൊടുക്കുന്ന രീതിയിൽ. അപ്പൊ അന്ന് കുറെ ചോക്ലേറ്റ്സും മിഠായൊക്കെ വാങ്ങി. അതാണ് ഓൾക്ക് അതാ ഉദ്ദേശിച്ചതോള്. ഓക്കെ, വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണോ മറിയക്ക്? ഇഷ്ടമാണ് വീഡിയോ ചെയ്യാൻ. ആൾക്ക് എനിക്കൊന്ന് മേക്കപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. നേരത്തെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരാളും കൂടി ചേച്ചി, എനിക്കൊന്ന് ഇവിടുത്തെ ചേച്ചിക്കുട്ടി. ചേച്ചിക്കുട്ടിയാണ്. കൊച്ചു 2 പേരെ നോക്കുന്നത് ചേച്ചിക്കുട്ടിയാണ്. ചേച്ചിക്കുട്ടി എങ്ങനെയുണ്ട്? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7. സ്കൂളിൽ എന്ത് പറയണു? വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയണു? ചോദിക്കലുണ്ട്. നീ വീഡിയോ ഇന്നാളോ അനിയത്തിയല്ല കസിൻ അല്ലേ ചോദിക്കാറുണ്ട്. ഇഷ്ടമാണോ വീഡിയോ ഒക്കെ ചെയ്യാൻ? എനിക്കൊന്ന് ഷിട്ടു ഫാൻസ് ആണോ മീൻസ് സ്കൂളിൽ മുഴുവൻ? ഉമ്മ ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്ത് ഇപ്പൊ പേടിച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് ടെൻഷനിലാണ്. കുറച്ച് ടെൻഷൻ ഞങ്ങൾ എല്ലാരും എങ്ങനെ സംസാരിക്കാനെന്ന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഉമ്മയുടെ വീഡിയോ മില്യൺ വ്യൂവേഴ്സ്, ഉമ്മയുടെ ഫാൻസ് ഉണ്ടെന്ന് അറിയോ? ഡെയിലി ഇപ്പൊ നടക്കാനൊക്കെ പോകാറുണ്ടോ? ഞങ്ങൾ അതുകൊണ്ട് നിർത്തി. ഉമ്മ അവിടെ പോയി പേര് ഉറക്കുക. അത് ശരി. വീഡിയോക്ക് വേണ്ടി ചെയ്താണോ ശരിക്കും നടക്കാൻ പോകുന്നത്? വീഡിയോക്ക് വേണ്ടി ചെയ്തതാ. അല്ല, അതിന്റെ മുന്നേ മെക്സബനൊക്കെ പോയിരുന്നു. മോർണിംഗ് ഉണ്ടാവുന്ന പോയി. ഇപ്പൊ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഉമ്മ ഇപ്പൊ ഓൾറെഡി വീഡിയോസിൽ ഇപ്പൊ വൈറലാണ്. ഉമ്മാന്റെ വീഡിയോസ് എല്ലാ വീഡിയോസും വൈറലാണ്. ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയണ? നെയ്ബേഴ്സ് ഒക്കെ ഫ്രണ്ട്സൊക്കെ എല്ലാരും ഇങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ എല്ലാരും കാണലുണ്ട്. നല്ല സന്തോഷാണ് അവർക്കൊക്കെ. സ്റ്റാറ പോലെ ഇടയിലൊക്കെ പോയി എടെ പാലിനെ കണ്ടും കണ്ടിട്ടാണ് എല്ലാരും മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാൻ ഫേസ് കാണിക്കാത്തോണ്ടേ ഇവരൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുക. അപ്പൊ അങ്ങനെയാണ് എന്നെ മനസ്സിലാക്കുന്നത്. വിസ്രി അല്ലേ എന്നൊക്കെ ചോദിച്ചു കാണിട്ട്. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തോ, പ്ലാൻ ചെയ്തോ? എങ്ങനെ ഈ വീഡിയോസ് ഒക്കെ ചെയ്യണേ? ഞാൻ ആദ്യം കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റിസൈൻ ഒക്കെ ചെയ്ത് വീട്ടിൽ കുറച്ചിങ്ങനെ ഫ്രീ ആയിട്ട് നിന്ന് എപ്പോഴോ തോന്നിയതാണ് വ്ളോഗ് എടുത്ത് വെറുതെ ഇട്ടതാ. അപ്പൊ ആദ്യം കുറച്ച് റീച്ച് കണ്ട് അപ്പൊ എനിക്ക് തോന്നി ഇത് ചാൻസ് ഉണ്ട് എന്നുള്ള. അങ്ങനെ 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 കണ്ടിന്യൂ ചെയ്തതാണ്. അപ്പൊ നമ്മൾ റീച്ച് ആയി കിട്ടി. അത് ഇൻസ്റ്റ ആണോ അതോ യൂട്യൂബിൽ നമ്മൾ ആദ്യം വീഡിയോസ് ഇടാറുണ്ട്. ബേക്കിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറെ വീഡിയോസ് ചെയ്ത് പിന്നെ സ്റ്റെക്ക് ആയി പോയി. മോണിറ്റൈസിന്റെ കുറച്ച് ഇഷ്യൂ വന്ന് സ്റ്റെക്ക് ആയി ഒരു 6 months. പിന്നെ അതിന് ശേഷമാണ് ഡെയിലി വ്ളോഗ് തുടങ്ങിയത്. അത് പിന്നെ ഇൻസ്റ്റയില് ആണ് കുറച്ച് റീച്ച് അധികം കിട്ടി. പിന്നെ യൂട്യൂബിലും സെറ്റ് ആയി തുടങ്ങി. ഇപ്പൊ ഫേസ് കാണിക്കുന്ന ശബ്ദം കൊണ്ട് മാത്രം ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടാന്ന് പറഞ്ഞത് അല്ലേ? അത് അത്ഭുതപ്പെടുത്തി. ഭയങ്കര സന്തോഷം അത് അറിഞ്ഞപ്പോ. എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ട്. എല്ലാവരും ഒരുപാട് DM വരാറുണ്ട്. വോയിസ് അടിപൊളിയാണ്, ഫേസ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, വോയിസ് അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ശരിക്കും ഇപ്പൊ പിള്ളേരെ കൊണ്ട് എടുക്കുന്ന വീഡിയോ ആണോ അതോ ഇപ്പൊ സ്വന്തം ഡേ ഇൻ മൈ ലൈഫ് ആണോ? ഏറ്റവും കൂടുതൽ ഉമ്മാനെ കൊണ്ട് എടുക്കുന്ന വീഡിയോ ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വീഡിയോ? ബുദ്ധിമുട്ട് ഇവരെ തന്നെ. ഇവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ആരാ? ഇയാളാണ് സ്റ്റാർ. മെരുക്കിയെടുക്കാൻ കുറച്ച് പണിയാ. ഷിട്ടുവിന് പിന്നെ നമുക്ക് എക്സ്പ്രഷൻ കിട്ടിയാൽ മതിയല്ലോ. പിന്നെ വോയിസ് ഓവർ കൊടുക്കാണ്ട് ആ സമയത്ത് നമുക്ക് ഇങ്ങനെ കത്തു ഓളെ എക്സ്പ്രഷൻ കാണും പിന്നെ വോയിസ് കൊടുക്കാന്നുള്ള ആ ഒരു ഐഡിയയിൽ ചെയ്യുന്നതാണ്. ഇയാൾ നമുക്ക് കുറച്ച് പണിയാണ്. കാരണം പെട്ടെന്ന് ടോണ് മാറും.
ആ ശരിയാണോ? ആ മൂളൽ തന്നെ എല്ലാം ഉണ്ട് എന്നൊക്കെ. ഇപ്പൊ വീഡിയോസിലായാലും ഇപ്പം പിള്ളേരെ കൊണ്ടെടുക്കുന്ന വീഡിയോ ഇല്ലേ, എത്ര ടേക്ക് പോകാറുണ്ട് ശരിക്കും? ടേക്ക് എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഒരു ഡെയിലി വ്ലോഗ് ടൈപ്പ് ആണല്ലോ. അപ്പൊ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അതിനായിട്ട് എടുക്കലല്ല. എന്നാൽ നോർമലി ഇങ്ങനെ നമ്മളെ വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാവും പെർഫെക്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു വീഡിയോസ് അല്ല. അപ്പൊ ആരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ എടുത്തു പോകുന്നു. പിന്നെ നമ്മുടെ ഫാമിലി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ആളുകൾക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ചുകൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും. അപ്പൊ ആ രീതിയിൽ തന്നെ അങ്ങനെ അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. ഈ വീഡിയോസ് കണ്ടിട്ട് ഉമ്മ എന്താ പറയാ? ഓൾറെഡി ആദ്യത്തെ വീഡിയോ ഒക്കെ യൂട്യൂബ് വീഡിയോ ഓള് നിർത്തി വെച്ചായിനോ? അല്ല, നിങ്ങളെ വീഡിയോസ് കണ്ടിട്ട് അങ്ങോട്ട് കണ്ടോ, ഇതൊക്കെയാണ് ഫുൾ ഓൺ പവർ ആണ് കേട്ടോ. എക്സ്ട്രോവേർട്ട് ആണ് ആള്. എക്സ്ട്രാവേർട്ട് ആണ്. റിയാക്ഷൻസ് ഇപ്പൊ കൂട്ടത്തിൽ നമ്മൾ ഭയങ്കര ഇതേപോലെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളാണോ ശരിക്കും ഫാത്തിമ? ഫാത്തിമയുടെ ഈ പറഞ്ഞ വോയിസ് ഓവർ ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി. ശരിക്കും പണ്ട് ഇങ്ങനെയാണോ? ഓള് പണ്ട് അങ്ങനൊന്നല്ല, ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം അവള് ഉഷാറായത്. അങ്ങനെ ആണോ? ഓക്കെ. വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ? ഇങ്ങനെ തന്നെയാണ്. കലബിലാണ്. കൂട്ടത്തിലുള്ള എല്ലാവർക്കും അത്ഭുതപ്പെടുത്തുന്നത് എന്തായാലും ഉണ്ടാവില്ല. ഇല്ല, കാരണം നോർമലി ഇങ്ങനെയാണ് ഞാൻ സംസാരം ഇങ്ങനെ തന്നെയാണ്, കോളേജായാലും സ്കൂളായാലും ഒക്കെ തന്നെ. അപ്പം പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു വ്ലോഗിലേക്ക് വരുന്നൊന്നും ആരും ചിന്തിച്ചില്ല. അപ്പൊ അത് കണ്ടപ്പോ എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായി, ഒരു ഭയങ്കര സപ്പോർട്ട് ആശയം എല്ലാവരും കേട്ടോ. അടിപൊളിയാണ്. ഇപ്പം വാവയുടെ വീഡിയോസ് ചെയ്യുന്ന സമയത്തെ ഇപ്പം എങ്ങനെയാ ഇപ്പൊ വാവയുടെ ഒരു റിയാക്ഷൻ വേണം? ഒരു ഷൂ തുറച്ചിട്ട് അത് ഇവളാണ്. ആണോ? അതല്ലേ ഞങ്ങളോട് ഓൾറെഡി പറഞ്ഞല്ലേ, ഇവിടെ കുറച്ച് പണിയാണ്. ആദ്യം എന്നെ ചോദിക്കട്ടെ, എന്താ ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരാത്തെ? എങ്ങനെയോ സംഭവിച്ചു പോയതാണ് നമ്മളെ വ്ലോഗ്. അപ്പം ആദ്യം എനിക്ക് അറിയില്ല, ഞാൻ ഫേസ് കാണിക്കാതെ വ്ലോഗ് ചെയ്യുന്നത് ഞാൻ ആലോചിച്ചിട്ട് തന്നെ ഇല്ല. പിന്നെ കമന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി, ശരിയാണല്ലോ ഞാൻ ഫേസ് കാണിക്കാനാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇതിൽ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയി. പിന്നെ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വരെ എത്തിയതാ സംഭവം. പ്രത്യേകിച്ച് കാണിക്കാണ്ടിരിക്കാൻ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചൊരു സമയം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ആ സമയത്ത് റിവീൽ ആക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കാണ്. ഏകദേശം നമ്മൾ എത്ര വെയിറ്റ് ചെയ്യണം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ഭയങ്കര സംഭവമായി നിൽക്കുന്ന പോലെ ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ചിലപ്പോ കുറച്ചുകൂടി ഈ ഇയർ അല്ലെങ്കിൽ അടുത്ത ഇയർ, അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. ചിലപ്പം മാരേജിന്റെ സമയത്തായിരിക്കാം കാണാൻ പറ്റുക, മേ ബി. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. എനിക്ക് ചിലപ്പോ നാളെ ഞാൻ റിവീൽ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ചിലപ്പോ നാളെ ചെയ്യും. എനിക്ക് ഒരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ആ ഒരു ഇതിൽ അങ്ങനെ പോകുന്നേ ഉള്ളൂ. ഒത്തിരി ആളുകൾ അതറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ കുറെ ആൾക്കാർ ഇടുന്നുണ്ട് ഈ വോയിസിനാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. അപ്പൊ വോയിസ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇതുവരെ ചെയ്ത് എന്റെ അറിവിൽ അങ്ങനെയല്ല, ഞാൻ ഇത് ഫീൽഡിൽ കുറെ റിസർച്ച് ചെയ്ത് വന്ന ഒരാളൊന്നല്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ ആയപ്പോ എനിക്ക് തോന്നി ഇങ്ങനെ ആരും അധികം ചെയ്ത് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ, ഒരു വെറൈറ്റി ആണല്ലോ. അപ്പൊ അതുമ്പോ പിടിച്ചതാ സംഭവം. ഈ ദീദി എങ്ങനെയാ ശരിക്കും ഇപ്പൊ ഈ കാണുന്ന ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതരുന്ന ആളാണോ? എന്തൊക്കെയാ പറയാൻ? ദീദിയെ കുറിച്ച് 2 വാക്ക് പറ. പറയട്ടോ. ഫേസ് കാണിക്കൂല വീഡിയോ. ഞങ്ങൾക്ക് പരാതി ഉണ്ട് അല്ലേ, കാണിക്കുന്ന ആഗ്രഹം ഉണ്ട് അല്ലേ? ഓക്കെ. പാവാണോ? പാവാണ്. എന്താ വേണ്ടി പറഞ്ഞോ? മന്തി വേണോ? എന്ത് വേണം? ദീദി ഇപ്പൊ പറഞ്ഞ എന്ത് വേണേ വാങ്ങി തരും. ദീദി സൂപ്പർ അല്ലേ, പറഞ്ഞു കൊടുക്ക്. അങ്ങോട്ട് പറ, ദീദി സൂപ്പർ ആണോ? ഞങ്ങളുടെ കളിപ്പാട്ടം എടുത്തതിന്റെ ഇതുണ്ട് കേട്ടോ. ചിട്ടു ചെറുതായിട്ട് എന്റെ സ്വഭാവം മാറി ചവിട്ടാനൊക്കെ പോകുന്നു. മടിയോട് ചവിട്ടി തരൂട്ടോ. തന്നെ ഇവിടെ എല്ലാരും മുമ്പിൽ നിന്നെ നാണം കിട്ടണ്ട കേട്ടോ, വേൻ തന്നോ. ഈ ദീദിക്ക് ഫാൻസ് ഉണ്ടോ? ഇപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോ കാണാത്ത ഫ്രണ്ട്സ് ഇല്ലേ ദീദിന്റെ ഫേസ്? ഇന്ന് ഞാൻ അവളെ ഉച്ചക്ക് കൂട്ടാൻ പോയി, ഇന്റർവ്യൂ നിങ്ങൾ വരുന്നോണ്ട്. അപ്പൊ കുറെ ആൾക്കാർ ഫുഡൊന്നും കഴിക്കാണ്ട് എന്നെ വെയിറ്റ് ചെയ്യാ. ഒക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം. ഞാൻ ചോദിച്ചു ഫുഡൊക്കെ കഴിച്ചോ? ഇല്ല, നിങ്ങളെ കാണാൻ പറ്റില്ല വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതുവരെ കഴിച്ചില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഒരാൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു? ചിക്കു പ്ലേ ബട്ടൺ കിട്ടി. എപ്പൊ കിട്ടി? അൺബോക്സ് ചെയ്തോ? സന്തോഷാണ്. പിന്നെ അതൊരു പ്രാങ്ക് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിനെ. അപ്പൊ ആള് ആദ്യം ഭയങ്കര ടെൻഷനായി. ഞാൻ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ മൺഡേ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് മൺഡേ വരും കേട്ടോ പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞു. ഇവിടെ ക്ലാസ്സിലൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു നമുക്ക് മൺഡേ പ്ലേ ബട്ടൺ കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞു വന്ന്. ഇവിടെ എത്തിയപ്പോ ഞാനത് പ്രാങ്ക് ആക്കി, അതിൽ പ്ലേ ബട്ടൺ മാറ്റി തെർമോക്കോൾ വെച്ച്. ആകെ ടെൻഷൻ, ഇവിടെ കിടന്നുപോയി. പിന്നെ അത് കണ്ടപ്പോ ആൾക്ക് ഭയങ്കര സന്തോഷായി. അങ്ങനെ കണ്ടപ്പോ പ്ലേ ബട്ടൺ അല്ലാതെ എന്തൊക്കെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്? നമ്മള് ഒരു ദിവസം ഊട്ടി പോയില്ലേ? ഊട്ടി പോയോ?
എന്തായിരുന്നു ആ കഥ? എന്താ പോയിട്ടില്ല. പോയിട്ടില്ല, പറ്റിച്ചോ? അത് ശരി, പാവം കുസിനെ പറ്റിച്ചു. ഞാൻ ഊട്ടി പോവാന്ന് പറഞ്ഞിട്ടേ മോളിൽ ടെന്റൊക്കെ അടിച്ച് രണ്ടാളെ സെറ്റാക്കി ബാഗൊക്കെ പാക്ക് ചെയ്ത് മോള് കൊണ്ടുപോയി ടെന്റിൽ കിടന്ന് വ്യൂ ഒക്കെ കാണിച്ചു കൊടുത്ത്. ഓ ഈ കുട്ടി. ഓക്കെ, അന്ന് കൊറേ കിട്ടി എനിക്ക്. ഷിറ്റു ഒരു പാട്ട് പാടോ? ഷിറ്റു ഒരു പാട്ട് പാടോ? അതെങ്കിൽ തന്നെ ഉള്ളൂ. പാട്ട് പാടോ? ഓക്കെ, ഓൾക്ക് ഓളെ ഫുഡല്ലാത്ത എന്ത് കൊടുത്താലും ഓള് കഴിക്കും. കഴിക്കും. ഫുഡ് കഴിക്കില്ല, ഓളെ ഫുഡ് കഴിക്കില്ല, ബാക്കി എന്ത് കിട്ടിയാലും കഴിക്കും. ഈ ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു റെസ്പോൺസ് എങ്ങനെയാ ശരിക്കും ഷിറ്റുനെ കാണുമ്പോ? ഇപ്പം ഓൾറെഡി ഫേസ് ഒത്തിരി കമന്റ്സ് വരുന്നുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള അല്ലേ? എങ്ങനെ ടോട്ടൽ ഒരു റെസ്പോൺസ് എങ്ങനെയാ പുറത്ത് പോകുന്ന സമയത്ത്? എല്ലാരും നമ്മളിപ്പോ മറ്റുള്ളവരുടെ ഫാമിലി ഒരു അംഗം പോലെ ബാക്കിയുള്ളവർക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ളവർക്ക് കിട്ടും. നമ്മളെ കാണുമ്പോഴേക്കും നമ്മളെ അടുത്ത് വന്ന് ഷിറ്റുനൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ അവരുടെ വീട്ടിൽ ഒരാളെ കാണുന്ന പോലെയാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അത്രയും ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഷിറ്റുവിനും പിന്നെ മറ്റുള്ളവരുടെ അടുത്ത് പോകുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല, എല്ലായിടത്തും പെട്ടെന്ന് പോകും. ഇന്ന് കുറച്ചൊരു സുഖലായി കണ്ട്, അതുകൊണ്ടാണ് കുറച്ചൊരു പ്രശ്നം. എങ്കിലും നല്ല കുട്ടിയായിട്ട് ഭയങ്കര പെട്ടെന്ന് മിങ്കിളാവും എല്ലാരോടും. ഇതാകട്ടോ, ഈ കളിയാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോ ഒക്കെ. ആള് ഫുൾ ഭയങ്കര. ഹായ് ഷിറ്റു. ഹായ്. ഷിറ്റുന് ഫാൻസ് അസോസിയേഷൻ തുടങ്ങുന്നൊക്കെ കേട്ടല്ലോ, ശരിയാണോ? ഞാനും കേട്ടു, പക്ഷെ അതിനെ കുറിച്ച് സംസാരിക്കാൻ സമയമില്ല. ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കിലാണ്. ഓക്കെ, ഫാൻസ് ഒക്കെ വന്ന് സെൽഫി എടുക്ക, എങ്ങനെയാ ഉമ്മ തരിക, ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ? ഭയങ്കര ഡിസ്റ്റർബൻസ് ആണോ? ഇല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആണല്ലേ? ഞാനൊരു സെൽഫി എടുത്തോട്ടെ, വിരോധമില്ലെങ്കിൽ? ഈ കഴിഞ്ഞ വീഡിയോയിലെ ഒരു റെഡ് ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ കണ്ടല്ലോ. ഈ മരീനെ കൊണ്ട് എപ്പോഴും ഷുയിപ്പാണ്. ഓള് ഇന്റെ ഷാനൊക്കെ എത്തും. അല്ലോ ഞങ്ങളുടെ കൊടുക്കാവോ? ദീദിയുടെ പോയി. ഇത് പുതിയൊരു ദീദി വന്നിക്കല്ലോ വച്ചോനെ. ഇതൊക്കെ ആടായിക്കല്ലോ, നോക്കാനും പേടിയാവുന്നേ. കുഞ്ഞു കൊടവേരൊക്കെ വന്നു ഞാൻ കേട്ടല്ലോ. കുഞ്ഞു വയറൊക്കെ ഒളിപ്പിച്ച് വെച്ചതാ. മടി നാണെ എത്തില്ല, എല്ലാരും കാണും എന്റെ കുമ്പപ്പല്ല. എന്തൊരു കഷ്ടമാണ്. ഈ ജിമ്മിൽ പോകാൻ വല്ല പരിപാടി ഉണ്ടോ? വർക്കൗട്ട് ഒക്കെ ചെയ്യാൻ വല്ല പരിപാടി ഉണ്ടോ? ഞാനിപ്പോ ഇന്ന് മോർണിംഗും വർക്കൗട്ട് ചെയ്യലുണ്ട്, രാത്രിയും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഓ, 2 നേരം വർക്കൗട്ട് ചെയ്യോ? ആരോട് പടിയണ്ടേ? ഇല്ല, ഞാൻ ആരോടും പറയില്ല കേട്ടോ. കാണിച്ചിരുന്നുണ്ട് എക്സസൈസ് ചെയ്യേണ്ടത് എങ്ങനെയാ. ഓ ആണോ? അത് ശരി, നിങ്ങൾ 2 പേരും കൂടിയാണ് എക്സസൈസ് ചെയ്യാ? മടി ഞാൻ കൂട്ടൂല, അവള് കുറച്ച് ഷുയിപ്പാക്കാതെ ഞാൻ സ്വന്തക്കേ ചെയ്യലല്ലോ. ഷിറ്റുവിന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ? എനിക്ക് മമ്മ തന്നെ കുടുക്കൊഴിച്ച് എല്ലാ സാധനമൊക്കെ ഇഷ്ടമാണ്. ഫോണ് കളി സാധനങ്ങള്, പേപ്പറുകള്, ഞാൻ എല്ലാം തിന്നും. പക്ഷെ കുഴുക്ക് മാത്രമേ ഇഷ്ടമല്ല. ദീദി എപ്പോഴും വീഡിയോസിലൊക്കെ ഭയങ്കര ചിരിയാണല്ലോ. പോലെ അല്ലല്ലോ പിടിക്കണേ. അയ്യോ, ഇതേതൊരു പുതിയ രീതി വന്നേ, നല്ല സൂപ്പറാണല്ലോ കാണാന്. ഇവിടെ തന്നെ നിന്നോട്ടില്ലേ, നമുക്ക് കളിക്കാൻ കൂട്ടാ ദീദിന്റെ കൂട്ടാ. ഈ ദീദി ഭയങ്കര ബാലവേല ചെയ്യിപ്പിക്കുന്നുണ്ടോ സത്യത്തിൽ ഷിറ്റുനെ? എടുക്കൊക്കെ ഞാൻ കഷ്ടപ്പാടാണ്. എപ്പോ വീഡിയോ എത്തി വരൂ, ഒരു പൈവശോള് തരൂല. ശരിക്കും പഠിച്ചിട്ട് ആരാവണ്ടേ ശരിക്കും? ശരിക്കും ഡോക്ടർ ആവണോ? അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ ആലോചിച്ചില്ല. ഇപ്പൊ കുറുക്ക് തിന്ന ഒരുങ്ങ, രാവിലെ കുറച്ച് വർക്കൗട്ട് ചെയ്യാ, പിന്നെ ദീദിക്ക് കുറച്ച് എക്സ്പ്രഷൻ കൊടുക്കണം വീഡിയോ ഒക്കെ വെക്കുമ്പോ. അതൊക്കെ തന്നെ ഇപ്പൊ എന്റെ പണിയാവൂല. ഷിറ്റുവിന്റെ ഒരു ദിവസം എങ്ങനെ ഷിറ്റു? ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് പറഞ്ഞുതരാമോ? സിമ്പിളല്ലേ, ഞാൻ പറയാം. ആദ്യം നമ്മൾ രാവിലെ തന്നെ എണീക്കണം. ഓക്കെ. അപ്പൊ ഞാൻ നോക്കുമ്പോ അമ്മ ഒരുങ്ങയക്കും, അപ്പൊ ഉമ്മച്ചി അടുക്കളയിലയക്കും. അപ്പൊ ഞാൻ എന്തെങ്കിലും കൊച്ചിടുമ്പോ ഉമ്മച്ചി ഒന്ന് വന്ന് നോക്കുമ്പോ എന്നെ എത്തു കൊണ്ടുപോകും. എന്നിട്ട് ഞാൻ അടുക്കളയിൽ ഇങ്ങനെ കുറച്ച് കളിക്കും. അപ്പോഴേക്കും അമ്മ എണീച്ച് വരൂ. പിന്നെ ഞാൻ കുറച്ച് വർക്കൗട്ട് ഒക്കെ ചെയ്യൂ. എന്റെ കുമ്പപ്പല കുറച്ചുണ്ടല്ലോ, അത് കൊടിയാ വേണ്ടിട്ട്. കണ്ടോ കുമ്പപ്പല? ഞാനൊന്ന് സമാധാനത്ത് കുത്തിക്കുമ്പോഴേക്കും മടി എണീച്ചു വരും. കണ്ടോ, ഇപ്പൊ തന്നെ കണ്ടില്ല എന്നെ കൽപ്പിച്ചിന്. ഇതോടെ ദിവസം ഫുള്ള് ഞാൻ ശയിക്കണം. ഒരു സാറ്റർഡേ സൺഡേ ആണെങ്കിലാണ് പ്രശ്നം. മൺഡേ ടു ഫ്രൈഡേ വരെ എനിക്ക് നല്ല സുഖ, വൈകുന്നേരം വരെ ഞാൻ ഫുൾ ഫ്രീയാ. അപ്പക്ക് നല്ലോണം ഒരുങ്ങാ, ഫുഡ് കഴിക്കുക, കൂടുതൽ സമയം ഞാൻ ഉറങ്ങായി. കാരണം ഓള് വന്നാൽ പിന്നെ എന്നെ ഉറങ്ങാൻ സമ്മതിക്കൂല. ഫുൾ ഈ പ്രശ്നം. കണ്ടോ കൈ വായിലിടാൻ പോലും ഓള് സമ്മതിക്കുന്നില്ല. എനിക്ക് ആകെ സന്തോഷമല്ല ആ കാര്യമൊക്കെ. ഓളോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എന്ത് ചെയ്യാനാ. ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ പഠിക്കാനൊക്കെ പോകണ്ടേ, അതുവരെ അല്ലേ എനിക്ക് ഫീഡൊക്കെ കിട്ടുള്ളൂ. ആടോട് പഠിയാനാ ഇതൊക്കെ. ഈ പുറത്തൊക്കെ പോകുമ്പോൾ ഫാൻസ് ഒക്കെ എന്താ വന്ന് പറയാ? ഫാൻസ് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടാ. ഞാനിങ്ങനെ നോക്കുമ്പോ കുറെ അറിയാത്തോലെ വന്ന് എന്നെ എടുക്കും. ഞാൻ വിചാരിക്കും ആദ്യം ഡീറ്റിയാണോ, പക്ഷെ ഡീറ്റി ആയിട്ടില്ല. പക്ഷെ ഓലൊക്കെ ഉമ്മൊക്കെ തരൂ, എന്നെ ഫോട്ടോ ഒക്കെ വെക്കൂ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഒക്കെ എന്നെ ഇഷ്ടമല്ലോ ഉണ്ടല്ലോ ഓല അങ്ങനെയൊക്കെ ചെയ്യുന്നേ. അപ്പൊ ഞാനത് എൻജോയ് ചെയ്യും. പിന്നെ ഞാൻ മമ്മനോട് ചോദിക്കും അതൊക്കെ ആടാ മമ്മേ. അപ്പൊ മമ്മയ്ക്ക് ചെവിയിൽ എല്ലാ കാര്യവും പറഞ്ഞുതരും. അപ്പൊ
അപ്പൊ ഞാൻ എല്ലാം മനസ്സിലായ പോലെ അങ്ങനെ നിൽക്കും. പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ കണ്ടോ എന്റെ പുതിയ ഷോസ് ആണല്ലോ യശന്തോ റെഡ് കളർ. എന്റെ റെഡ് കളർ ഭയങ്കര ഇഷ്ടം. എന്റെ ഫേവറേറ്റ് കളർ റെഡ് കളർ. എനിക്കിത് തരാവോ? ഇടൂലേ? പോകുമ്പോ ഞാൻ കൊണ്ടുപോക്കോട്ടെ? ഒന്ന് വേണമെങ്കിൽ തരാം, ഒന്ന് ഞാൻ തരൂല. ഒന്ന് മാത്രം എനിക്ക് കിട്ടില്ല, 2 തരണം. 2 തന്നാ പിന്നെ ഉണ്ടാവോ? ശരിക്കും പറഞ്ഞാൽ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഈ വീഡിയോസ് ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം ചുറ്റിനെ കാണിച്ചു കൊടുക്കാൻ പോകുന്ന വീഡിയോ ഇതായിരിക്കും. അവളെ മൊട്ട അടിക്കാൻ കൊണ്ടുപോയത്, ഹെയർ മൊട്ട അടിക്കാൻ കൊണ്ടുപോയത്. അതെനിക്ക് ഭയങ്കര റെസ്പോൺസ്. അപ്പൊ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ വീഡിയോ. അത് പിന്നെ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോയത്, അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അത്യാവശ്യം നമുക്ക് നല്ല റീച്ച് കിട്ടിയ വീഡിയോ. അത് കാണിച്ചു കൊടുക്കുന്ന അത് കണ്ട ഓളെ റെസ്പോൺസ് എന്തായിരിക്കും അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പൊ മറിയന്റെ അത്ര ആകുമ്പോഴായിരിക്കും പ്രശ്നം വരും. എനിക്ക് നല്ലോണം കിട്ടാൻ മതി. ഇതെന്താ പറയാ, നമ്മളിവരെ ഞാൻ സേഫാ. ഈ കൊച്ചിലെ നമ്മളിപ്പോ ചില കുട്ടികളുടെ ഉള്ളിൽ എന്തായിരിക്കും പിള്ളേർ എന്താ പറയണേ നമുക്ക് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ട്. ചില സിറ്റുവേഷൻ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ ആ സമയത്ത്. അങ്ങനെയാണോ ഈ ഐഡിയ ശരിക്കും തോന്നി തുടങ്ങിയത്? ഞാൻ ഫസ്റ്റ് ടൈം ഓളെ കണ്ടത് ചെയ്തെന്ന് വെച്ചാല്, ഞങ്ങള് തറവാട്ടിൽ ബസ്സിൽ പോയി. ഇവള് ഫസ്റ്റ് ടൈം ബസ് കയറുന്നത്. അപ്പൊ എനിക്ക് തോന്നി അത് ഓളെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ ആയിരിക്കും എന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാൻ തോന്നി. അപ്പൊ എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എല്ലാവർക്കും നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടി. അപ്പൊ ഞാൻ പിന്നെ അടുത്ത് ഇവിടെ വാക്സിൻ എടുക്കുന്നതോ ഹെയർ ഇതാക്കണം. അപ്പൊ പിന്നെ അതുകൂടി ചെയ്തപ്പോ എനിക്ക് തോന്നി ഓളെ വ്യൂവിൽ എങ്ങനെ ആയിരിക്കും, ഓള് സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും ചെയ്ത് നോക്കാൻ. പക്ഷെ ഇത്രയും സൈലന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമായിട്ടാണ്. ഓൾറെഡി വീഡിയോസിലൊക്കെ നിൽക്കുന്നുണ്ടാണെന്നല്ല, എല്ലാത്തിനും ഓക്കെയാണ്. എല്ലാത്തിനും ഓക്കെ. അതെന്താന്നറിയോ, ചെറുപ്പം തൊട്ടേ കുഞ്ഞിലെ ഇതാണ് അവസ്ഥ കണ്ടില്ലേ. അപ്പൊ എക്സ്ട്രീം ഒക്കെ കിട്ടിക്കഴിഞ്ഞ് എത്രത്തോളം വെറുപ്പിക്കാൻ പറ്റുമോ അതൊക്കെ അവർ രണ്ടാളും ചെയ്യുന്നുണ്ട് കുഞ്ഞു തൊട്ട്. അപ്പൊ പിന്നെ ബാക്കിയൊന്നും ഒക്കെ ഒരു പ്രശ്നം അല്ലാണ്ടായത്. എന്നെ എടുത്തും കണ്ടിട്ട് മടിയിൽ വെച്ച് കുത്തിയിരിക്കും. ആളേറ്റവും കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ആരെടുത്താ ശരിക്കും? വീട്ടിൽ ഇത്രയും ആൾക്കാരുണ്ട്, കളിപ്പിക്കാനൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. ശരിക്കും ആരുടെ കൂടെയാണ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളത്? എല്ലാരും ഓക്കെ ആണ്. ആണല്ലേ? ശരിക്കും പറഞ്ഞ ഇവരുടെ മൂഡ് അനുസരിച്ച് വേണ്ട ഇപ്പൊ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാൻ. ഇവളൊക്കെയാണ്. ഇവിടെ നമുക്ക് വിചാരിച്ച പോലെ കിട്ടും എക്സ്പ്രഷൻ. ഇവിടെ ഉണ്ടല്ലോ പുതുതായിട്ട് എന്തെങ്കിലും കാണുമ്പോൾ ഭയങ്കരമായിട്ട് എക്സ്പ്രഷൻ ഉണ്ട്. അവൾക്ക് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ നോക്കുന്നൊരു ഒബ്സർവ് ചെയ്യും. അപ്പൊ കണ്ണിന് നമുക്ക് പെട്ടെന്ന് കിട്ടും, സാധനം കിട്ടും വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത്. അപ്പൊ അവള് വലിയ കുഴപ്പമില്ല. ഇയാളാണ് ഒരു 2-3 ടേക്ക്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു 2-3 എണ്ണം ഇപ്പൊ നടക്കുന്നൊക്കെ ആണെങ്കിൽ ശരിയായില്ലെങ്കിൽ പറയുമ്പോ ഇങ്ങൊന്നും പോകുന്നുണ്ട് എന്റെ കൂടെ. പിന്നെ ഞാൻ സോപ്പിട്ട് കുറെ കാര്യങ്ങളൊക്കെ വാഗ്ദാനങ്ങളൊക്കെ നൽകി രണ്ടാമത് ചെയ്യണം. പക്ഷെ ആളാണ് കുറച്ച്. അതെ ഓളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, കുറച്ച് വൈബ്രന്റ് ആയതുകൊണ്ട്. പക്ഷെ എന്താ ആൾക്കാർ തള്ളി പൊക്കി പറയുന്നത് കേട്ടോ. എന്താണിത്? ഫാൻസ് ഒക്കെ നോക്കുമ്പോ ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് പാട്ട് പാടാന്ന് പറഞ്ഞ ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും ഉമ്മ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്തെ ഓൾറെഡി ഇഷ്ടമാണ്. ഓൾറെഡി എനിക്കൊന്ന് മിസ്റ്റർ ചെയ്യുന്നുണ്ട് വീഡിയോസ്. ഒത്തിരി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഇതിനൊക്കെ കൂടെ നിൽക്കുന്ന ഒരു ഫാമിലിനെ കിട്ടാന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതെങ്ങനെയാ ഉമ്മ കാണണേ? അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഓള് നിർത്തി വെച്ചായിരുന്നു കുറച്ച്. ഇതിന്റെ മുന്നേ കേക്കിന്റെ ഒക്കെ ചെയ്തിട്ട് കുറെ പിന്നെ നിർത്തി വെച്ച്. പിന്നെ ഞാൻ പറഞ്ഞു ഉമ്മേനെ നിർബന്ധത്തിലാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയതും എന്റെ നിർബന്ധം. തുടങ്ങി നോക്കെന്ന് പറഞ്ഞു. അപ്പം പിന്നെ കുറെ നിർത്തി വെച്ചപ്പോ പിന്നെ ഞാൻ പറഞ്ഞു പിഞ്ചു ഇങ്ങനെ നിർത്തി വെച്ചതൊന്നും തുടങ്ങും നമുക്ക് ഉഷാറാവും, ഇനി തുടങ്ങി എന്ന് പറഞ്ഞു. ഞാൻ നിർബന്ധിച്ചുള്ള തുടങ്ങിച്ചതാ. യൂട്യൂബ് ഉമ്മക്കാണ് മെയിൻ ആയിട്ട്. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ഇടാൻ തുടങ്ങിയപ്പോ യൂട്യൂബിൽ റീച്ച് ഇല്ല. ഈ ഒരു കണ്ടന്റ് നമ്മൾ ചേഞ്ച് ആയല്ലോ, അപ്പൊ റീച്ച് ഇല്ല. അപ്പൊ ഞാൻ യൂട്യൂബിൽ ഇടല്ല. യൂട്യൂബ് കംപ്ലീറ്റ്ലി പോക്കിയ മാതിരി തന്നെ. അപ്പൊ ഉമ്മനെ നിർബന്ധം ഇനി ഇട്ട് നോക്കി റെഡി ആവും, ഒരു സമയം വരുമ്പോ റെഡി ആവും. അങ്ങനെ ചെയ്ത് യൂട്യൂബിൽ നമ്മളെ കണ്ടന്റ് പിടിക്കാൻ അങ്ങനെയാണ് സെറ്റായി വന്നത്. എനിക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ഉമ്മക്ക് ചെയ്യാൻ ഇഷ്ടം? കാരണം ഓൾറെഡി ഉമ്മ ഭയങ്കര ആക്റ്റീവ് ആണെന്ന് തോന്നി, അല്ലെങ്കിൽ ക്യാമറക്ക് മുമ്പിൽ ഒരു മടിയൊക്കെ കാണിക്കില്ല. പക്ഷെ ഉമ്മയും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ, കൂടുതലും ഉമ്മ വിചാരിക്കുന്നില്ല ഇതൊക്കെ എന്റെ ഇതിലേക്ക് സാധനം വരും. പെരുന്നാളിന്റെ ഒരു വ്ളോഗൊക്കെ ഉണ്ട്. ഉമ്മ എന്തോ മണ്ടത്തെ ഉമ്മ ഫോൺ പിടിച്ച് എന്തോ പറയാ. ഞാൻ ഇതൊന്നും എടുത്തിടൊന്നും ഉമ്മക്ക് അറിയില്ല. പക്ഷെ എന്നെ ചീത്തൊന്നും പറയൂല കേട്ടോ. ഞാൻ അങ്ങനെ ഇട്ടിട്ട് ഉമ്മ എൻജോയ് ചെയ്യും. ആ വീഡിയോ ഒക്കെ കാണുമ്പോ ഉമ്മ എൻജോയ് ചെയ്യും. ഉമ്മ എന്നെ കണ്ട് ചിരിക്കുക, ഈ ഞാൻ എന്ത് മണ്ടത്തരായി പറയുന്നത്. അതിങ്ങനെ ഓളിനോട് പറഞ്ഞു പെരുന്നാളിന്റെ അന്ന് ഇങ്ങനെ പിടിക്ക് ഓളെ ഫോണ് തന്നിട്ട്. അപ്പൊ ഈ ആപ്പിളിന്റെ ഇത് വെക്കൽക്ക് വെച്ച് ഇങ്ങനെ നിൽക്കണല്ലോ. അപ്പൊ
ആപ്പിളിന്റെ ഇത് ചില്ല എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഉമ്മനെ റിഫ്ലക്ട് അപ്പൊ ഞാനിങ്ങനെ മുഖം കണ്ടിട്ട് ഞാൻ പറഞ്ഞു ക്യാമറ ഉമ്മനെ പിടിക്കാൻ എന്തോ ഇതില് ഞാൻ ഇന്നെ കാണുന്നുണ്ടല്ലോ, എന്താ ഈ ആപ്പിളിൽ ഇങ്ങനെ കാണൂലേ പിഞ്ചോ എന്നൊക്കെ ഞാൻ ചോദിച്ചത്. അതൊക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമായി. കൊറേ ആൾക്കാരൊക്കെ കമന്റും കാര്യമൊക്കെ വന്ന്. ഇത് അമ്മ ഭയങ്കര തമാശകളെ പറഞ്ഞ തങ്കക്കടിയുടെ ഉമ്മയെന്ന് തോന്നുന്നു. ഭയങ്കര സൈലന്റ്. എനിക്ക് അങ്ങനെ തോന്നണേ. ഉമ്മ നല്ല തങ്കൊക്കെ അടിക്കും, പക്ഷെങ്കിൽ ഇന്നെന്തോ അറിയില്ല, ഭയങ്കര ചമ്മല്. ഈ കൂട്ടത്തിൽ എനിക്ക് തങ്കടിക്കുന്ന ഉമ്മയെന്ന് തോന്നുന്നു. എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ എനിക്ക് തമാശ കോണ്ടന്റ് ആണ് ഏറ്റവും എൻജോയ് ചെയ്യുന്നത് അല്ലേ എനിക്ക് വീഡിയോസ്. ഓക്കെ, ഇപ്പൊ ദീദിയുടെ ഇപ്പൊ വീഡിയോസ് ഇപ്പൊ ഓൾറെഡി മിസ്റ്ററി വീഡിയോസ് ചെയ്യുന്ന തുടങ്ങി ഓൾറെഡി ആളുകൾ തിരിച്ചറിയുന്നു. ഉമ്മയുടെ ആഗ്രഹം പോലെ യൂട്യൂബ് ഫോക്കസ് ചെയ്യുന്നു, ആളുകളുടെ നല്ല റെസ്പോൺസ് കിട്ടുന്നു. ഉമ്മ അതിൽ ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു അല്ലേ? ഏറ്റവും പ്രൗഡായിട്ട് തോന്നി എന്താ കാര്യം? ഈ പ്ലേ ബട്ടൺ ഉണ്ടല്ലോ, നമുക്ക് 10ാമത്തെ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു 10K ആയപ്പോ 10K അല്ല 10,000 ആയപ്പോ അല്ല 10 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ 10,000 ആയപ്പോ പറഞ്ഞപ്പോ ഈ ഇതൊക്കെ നമ്മക്ക് എന്നായിരിക്കും കിട്ടുക, എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്ന ഫോണിൽ കാണണ്ടല്ലോ, ഇതൊക്കെ നമ്മക്ക് ഏത് കാലമായിരിക്കും ഇതൊക്കെ നമ്മക്ക് കിട്ടുക ഒക്കെ പറഞ്ഞു ഞാൻ. അപ്പൊ അത് പറഞ്ഞ് കുറച്ചായിട്ടുള്ളൂ നമുക്ക് പെട്ടെന്ന് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെ. പിന്നെ ഇത് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ കൊറേ വീഡിയോസ് ഒക്കെ കാണല്ലോ നമ്മള് യൂട്യൂബില്, ഇന്റർവ്യൂ ഒക്കെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യാം. അവള് പറയാം അതൊക്കെ ഏത് കാലാണ് ഏതെങ്കിലും ഒരിക്കലും നമുക്ക് വരും. ഈ ഇന്റർവ്യൂ വരുമായിരുന്നെങ്കിൽ ഉമ്മ പഠിച്ചു വെച്ചിട്ടുണ്ടോ കൊറേ ആൻസേഴ്സ് ഇങ്ങനെ വേണം ഞാൻ പറയാന്ന്? ഇത് വന്നാൽ എന്നോട് പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂല. നമ്മള് കൺഫേം ആയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ എന്നാലും ഒരു ഇങ്ങനെ ഓക്കെ ആന്ന് പറഞ്ഞിരിക്കുന്നേ, അപ്പൊ നമുക്ക് അവര് വരാൻ മതിട്ടോന്ന് പറഞ്ഞു. എനിക്കിന്നൊരു ഈ 4 മണിക്ക് ശരിക്കും ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നിർത്തിവെച്ച്. ശരിക്കും ഉമ്മ ഇന്റർവ്യൂവിന് വേണ്ടി എന്തൊക്കെയാ കണ്ണട നോക്കിട്ട് പ്രിപ്പയർ ചെയ്യാ, ആൻസർ ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണല്ലോ. ഇന്റർവ്യൂവിൽ ഉത്തരം പറയാൻ റെഡി ആയിക്കുന്നോ? ഉമ്മ ചോദിച്ചിട്ട് പിഞ്ചു ഞാൻ എന്താ പറയണ്ടേ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്ന പറഞ്ഞാൽ ചോദിക്കുമ്പോ. ശരിക്കും ഇപ്പൊ ആഗ്രഹിച്ച പോലെ യൂട്യൂബ് തുടങ്ങി, പ്ലേ ബട്ടൺ കിട്ടി. ഇനി ഉമ്മക്ക് എനിക്ക് തോന്നുന്നു മിസ്റ്ററിനെ കൊണ്ട് ആഗ്രഹമുള്ള ഒരു കാര്യം എന്താ? കൊറേ ഉണ്ട് മനസ്സിലാഗ്രഹങ്ങളുണ്ട്, ആഗ്രഹങ്ങൾ കൊറേ ഉണ്ട്. പറയാൻ പറ്റുന്നോ പറ്റാത്തൊക്കെ ഉണ്ടാവും. എങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ആഗ്രഹം? എനിക്ക് കല്യാണത്തിന് എന്റെ ഇൻകം വെച്ചിട്ട് ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളത് കേട്ടോ. അപ്പൊ എനിക്ക് അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. അതൊരു വലിയൊരു തോട്ടാണ്. എത്ര പേര് അങ്ങനെ ചിന്തിക്കുന്നു എനിക്ക് അറിയില്ല, പക്ഷെ അങ്ങനെ ചിന്തിച്ചാലാദ്യം അത് എപ്പോൾ മുതലൊരു ആഗ്രഹം അങ്ങനെ ഒന്ന് ചെയ്യണം? ഞാൻ ആദ്യം തൊട്ടേ ഒരു 18 വയസ്സിന് ശേഷം തൊട്ടേ ഞാൻ അങ്ങനെയല്ല ഒരുപാട് കാര്യങ്ങൾക്കൊന്നും വീട്ടിൽ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യലില്ല. ഞാൻ ബേക്കിംഗ് കോളേജ് പോകുന്ന സമയത്ത് ചെയ്യലുണ്ട്. അപ്പൊ എന്റെ ആവശ്യങ്ങള് കാര്യങ്ങളൊക്കെ ഞാൻ ഫീസൊന്നും അല്ല കേട്ടോ, ഫീസൊക്കെ ഇപ്പൊ തന്നെ. പക്ഷെ നമ്മളെ ഡ്രസ്സ് ഉണ്ടാവില്ലേ, ഡ്രസ്സ് കാര്യങ്ങൾ പുറത്തു വന്ന് അതൊക്കെ തന്നെ ഞാൻ ബേക്കിംഗ് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ യൂട്യൂബ് ഇൻസ്റ്റയിലൊക്കെ കയറിയ സമയത്ത് എനിക്ക് തോന്നി കല്യാണം എന്തുകൊണ്ട് ഉപ്പനെ വെറുതെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നി ആ ഇൻകം വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാന്ന്, നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചു ഓൺ മണിയിൽ കല്യാണം നടത്താൻ വേണ്ടി പോകുന്നു. ആ ഒരു ഉമ്മക്ക് അതിൽ ഭയങ്കര ഹാപ്പിയാണോ? ഓക്കെ, ഇപ്പൊ യൂട്യൂബ് അല്ലാതെ എന്താ ഇപ്പൊ മിസ്റ്റർ ചെയ്യണേ? ഇല്ല, യൂട്യൂബ് അല്ലാതെ നമ്മളിപ്പോ അല്ല അത് തന്നെ ഉള്ളൂ, ഇൻസ്റ്റഗ്രാമും കൊളാബ് കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നമുക്ക് ഇൻകായിട്ട് അത് തന്നെ ഉള്ളൂ. അല്ലാതെ കാരണം നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വേറൊന്നിനും സമയം ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റിങ് കാര്യമൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമ്മളെ സമയം കഴിയും, ഒരു ഡേ കഴിയും. അപ്പൊ അതൊക്കെ തന്നെയാണ് മൊത്തത്തിൽ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം ഓൾറെഡി ഇപ്പൊ വീഡിയോസ് ഇപ്പൊ ഷിറ്റുവിന്റെ വീഡിയോസ് ആണല്ലോ പൊക്കോണ്ടിരിക്കണേ. ഇപ്പൊ ഷിറ്റുവിന്റെ ഓരോ വളർച്ചയിലും ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കോ? എങ്ങനെയാ അതിന്റെ പോക്ക്? ഇല്ല, ഞാൻ വിചാരിച്ചെന്താ അറിയോ, ഷിറ്റുവിന് ഏകദേശം നമ്മളൊരു സമയത്ത് നിർത്തും. കാരണം ഓൾക്കും കുറച്ചൊരു ഇത് കൊടുക്കണല്ലോ നമ്മൾ, ഓളൊരു വളർച്ച എല്ലാം കൂടെ ആളുകളിലേക്ക് അങ്ങനെ ഇതാക്കണ്ട. കാരണം ഓളൊരു അങ്ങനെയല്ല പ്രൈവസി എന്തായാലും പോയിട്ടുണ്ടാവും തന്നെ. പിന്നെ അതല്ല ആളുകളെ മനസ്സിൽ ഷിട്ടുവിന്റെ ആ ഒരു കുഞ്ഞു പ്രായമുണ്ട്, ആ ഒരു ക്യൂട്ട് ആ ഒരു ഇതുണ്ട്. അപ്പൊ അത് അവിടെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിക്കുന്നു, കൂടുതലാക്കി വഷളാക്കണ്ട എന്നുള്ളൊരു ഇതില്. ഒരു കുഞ്ഞു മുഖം തന്നെ മതി എല്ലാവരെയും മനസ്സിലേം തോന്നി. ഞാൻ ആ ഹെയർ കട്ട് ചെയ്യുന്നതിലൊക്കെ ഒരു കോഴിമുട്ട പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാരും അതൊക്കെ കമന്റ് ചെയ്യലുണ്ട്. അപ്പൊ ആ ഒരു മനസ്സിൽ അതന്നെ മതി എന്നുള്ള ഒരു എനിക്ക് ഏതെങ്കിലും വീഡിയോ ഷിറ്റുനെ കാണിച്ചില്ലെങ്കിൽ കമന്റ് വരുമല്ലേ, ഷിറ്റു ഫാൻസ് അസ്വസ്ഥരാണെന്നൊക്കെ പറഞ്ഞു. ഓൾറെഡി ഷിറ്റുവിന്റെ പാരന്റ്സിന്റെ ഒരു റെസ്പോണ്ട് കൂടി കേൾക്കണല്ലോ. ഭയങ്കര സപ്പോർട്ട് എനിക്ക് എവിടെ പോകാനാണെങ്കിലോ എന്തിനാണെങ്കിലോ. എന്റെ താത്ത
സത്യം പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്. എന്ത് കാര്യത്തിനാണെങ്കിലും ഓൾ ഉണ്ടാവും. പിന്നെ എന്താ പറയാ, നമുക്ക് ഒരു ഏജ് കഴിയുമ്പോൾ നമ്മളെ ഫ്രണ്ട്സ് പോലെ അല്ലേ, അപ്പൊ എല്ലാത്തിനും ഓൾ സപ്പോർട്ടാണ്. ഇതാണ് എന്റെ ഹസ്ബൻഡ്. എന്റെ നിക്കാഹ് കഴിഞ്ഞതാണ്. ഇതാണ് എന്റെ ഹസ്ബൻഡ്. ആളാണ് എനിക്ക് കണ്ടന്റ് കാര്യമൊക്കെ പറഞ്ഞു തന്നത്. ഞാൻ കേക്കിന്റെ സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ഒരു ലിമിറ്റ് ഉണ്ട്, എങ്ങനെയായാലും നമുക്ക് റീച്ചിന് ഒരു ലിമിറ്റ് ഉണ്ട്, അപ്പൊ അതിന് ഒരു ഓഡിയൻസ് ലിമിറ്റ് ഉണ്ട്, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് ആളാണ്. യൂട്യൂബിൽ ഇട്ടപ്പോൾ റീച്ച് ഇല്ലാന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ കണ്ടന്റ് ആണ്, നമുക്ക് ഇൻസ്റ്റ തുടങ്ങിയിട്ട് ഇൻസ്റ്റയിൽ അപ്ലോഡ് ആക്കി തുടങ്ങാം. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ കുറച്ച് റീച്ച് വരുന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഇത് റീച്ച് ആവാൻ സാധ്യത ഉണ്ട്, കാരണം പെട്ടെന്ന് ആർക്കും ഇത്ര റീച്ച് കിട്ടില്ല, നമുക്ക് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങി. കാരണം യൂട്യൂബിലേക്ക് കുറച്ചധികം നമ്മൾ ചെയ്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡെയിലി ഇടാൻ തുടങ്ങിയപ്പോൾ നമുക്ക് നല്ല റീച്ച് ഉണ്ടാകും തുടങ്ങി. ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റീച്ച് വരാൻ തുടങ്ങി. ഇപ്പം ഷിട്ടുവിന് വേണ്ടിട്ട് ഇപ്പൊ 2 ചേച്ചിമാരെ അതിന്റെ എപ്പോഴും കൂടെ നിൽക്കും, കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനത്തെ 2 ചേച്ചിമാരാണ് ഈ 2 പേരും? പിന്നെ ആണോ? ചിലപ്പോ ഷിട്ടുവിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന കുറച്ച് കൂടുതലാ 2 പേർക്കും. ഓക്കെ. ഇപ്പൊ ഉറക്കാറുണ്ടോ പാട്ട് പാടിയിട്ടൊക്കെ? രണ്ടുപേരും ചെയ്യാറുണ്ട്. ഷിട്ടുന്റെ വീഡിയോ കാണുന്ന ഒത്തിരി ആൾക്കാരില്ലേ ഷിട്ടു? അവരോടൊക്കെ ഒന്ന് ബൈ ബൈ പറയൂ, ഇനി വീഡിയോസ് കാണണമെന്ന് പറയൂ, ഇനി സ്നേഹിക്കണം എന്നൊക്കെ പറയൂ. നോക്ക്, ഇനി ഷെയ്ക്കിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി മുന്നോട്ട് വീഡിയോസ് ഒക്കെ കാണട്ടെ എല്ലാരും. കുറച്ച് മൂഡ് ഞങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ടാണ്. Okay, bye bye. Thank you so much. Okay, bye. Thank you.